കർണാടകയിലെ ബംഗളൂരുവിൽ വൻ ലഹരി വേട്ട 75 കോടിയിലധികം വില വരുന്ന 38 കിലോ MDMA ആണ് പോലീസ് പിടികൂടിയത്. 2 നൈജീരിയൻ സ്വദേശിനികൾ അറസ്റ്റിലായിട്ടുണ്ട്. 6 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് നൈജീരിയൻ സ്വദേശികളിലേക്കും ഉറവിടത്തിലേക്കും പോലീസിന്റെ അന്വേഷണം എത്തുന്നത്. 6 മാസത്തിലേറെ നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തിലെ 2 പേരെ കർണാടക പോലീസ് വലയിലാക്കിയത്. നൈജീരിയ സ്വദേശികളാണ് അറസ്റ്റിലായ സ്ത്രീകൾ. ഒരാൾ 2020-ലും മറ്റേയാൾ 2016-ലും ബിസിനസ് വിസയിൽ ഇന്ത്യയിലെത്തിയവരാണ്. ഒരു വർഷത്തിനിടെ 37 തവണയാണ് ഇവർ ദില്ലിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിമാനയാത്ര ചെയ്തിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗമാണ് രാസലഹരിയുമായി മംഗളൂരു അടക്കം വിൽപ്പന കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയൊരു യാത്രക്കിടെയാണ് പ്രതികളെ ലഹരി മരുന്നുമായി പോലീസ് പിടികൂടുന്നതും. മുംബൈയിലേക്കും ഒരു വർഷത്തിനിടെ 22 തവണ ഇവർ യാത്ര ചെയ്തതായി കണ്ടെത്തി. 15 ഗ്രാം MDMA-യുമായി സെപ്റ്റംബറിൽ ഹൈദരാലി എന്നൊരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാൾ മാഫിയ സംഘത്തിലെ ഒടുവിലെ കണ്ണിയായ ചെറുകിട വിതരണക്കാരനായിരുന്നു. ഇയാളിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 കിലോ MDMA-യുമായി മറ്റൊരു ആഫ്രിക്കക്കാരനും പിടിയിലായി. ഇയാളിൽ നിന്നാണ് ലഹരി കടത്തുന്ന സ്ത്രീകളെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. 24 മുംബൈ.